അടിപൊളിയായിരുന്നു. നല്ല സിനിമ കേട്ടാ, നല്ല അടിപൊളിയാണ്. അടിപൊളി, നല്ല സൂപ്പർ പടമാണ് കേട്ടോ. എത്ര പറയുന്നത് നല്ല പടമായിരുന്നു. പൊളി എഡിറ്റിംഗ്. ഉഗ്രനാണ്. ജെപിയുടെ ആ തകർപ്പൻ അഭിനയവും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ല പടം, നല്ല പടം. നല്ല പടം. കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല ഫാമിലി സ്റ്റോറി. കുഴപ്പമില്ല, ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ്. സൂപ്പറാണ്, ക്ലൈമാക്സ് സൂപ്പർ സൂപ്പർ സൂപ്പർ, നല്ല പടം, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് അഞ്ജലിന് പുള്ളി വളച്ചതല്ലേ, ഗോപികന്. അഞ്ജലി അല്ല, ഗോപികന് ഏറ്റവും എടുക്കാന്ന് ഇപ്പം മനസ്സിലായി. നല്ല സിനിമയായിരുന്നു, സൂപ്പറായിരുന്നു. അധികം കാണാൻ പറ്റിയും പകുതി നിന്ന് കാണാൻ പറ്റും. നല്ല സിനിമ, സൂപ്പർ പടം, അടിപൊളിയാണ്. ക്ലൈമാക്സ് ഒക്കെ സൂപ്പറാണ്. റിയാലിറ്റി കഥയായിട്ടുള്ള ലെവലിലുള്ള അടിപൊളി സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണണം. നല്ല എ ക്ലാസ്, നല്ല ഷാറ്, ഒരിക്കലും നടങ്ങിയിട്ടില്ല. നല്ല ഷാറ് പരിപാടി. മനോരാജ്യം തീർച്ചയായിട്ടും ഗോവിന്ദ് പത്മസൂര്യ എന്ന് പറയുന്ന ആ നടൻ്റെ കരിയർ മലയാളത്തിലെ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു കഥാപാത്രം കിട്ടിയത് റഷീദ് പാറക്കൽ എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകനാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിക്കുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ കഥയ്ക്ക് അധികം പ്രാധാന്യം ഉണ്ടാകാറില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന ഒരു മെസ്സേജ് കൂടെ ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കഥ, അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നവാസ്, അതേപോലെ തന്നെ രഞ്ജിത മേനോൻ എന്ന് പറയുന്ന ആ ഒരു പുതുമുഖം, അതിൻ്റെ അനിയത്തിയായിട്ട് ചെയ്തിരിക്കുന്ന കുട്ടി, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗോകുല്, എല്ലാവരും മികച്ച രീതിയിലുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മനോരാജ്യം ഒരു ഫാമിലി ഹിറ്റ് തന്നെയായിരിക്കും. ഇപ്പം നിങ്ങൾ ബാക്കി ആൾക്കാരുടെ ഇൻപുട്ട് എടുക്കും, ഞാൻ വരാം, തീർച്ചയായിട്ടും വരാം. ഒരുപാട് സന്തോഷം, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരോടൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആണെങ്കിൽ അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതൊക്കെ നല്ല അഭിപ്രായം. ഇനി നിങ്ങൾ കണ്ടിട്ട് പറ. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. കാരണം ആണോ? ഓ സന്തോഷം ചേച്ചി. ഇതെന്തായാലും ഫേസ്ബുക്കിൽ ഇതൊന്ന് എഴുതണം കേട്ടോ. കാരണം എന്താ പറയുക, നമ്മളെ ചെറിയൊരു പടമാണ്, ആൾക്കാരിലേക്ക് എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്ക്, കാരണം എപ്പോഴും വേർഡ് ഓഫ് മൗത്ത് ആണ്. നമ്മൾ ഈ ഇൻ്റർവ്യൂ എടുത്തിട്ടും പരിപാടികളൊന്നും കാര്യമില്ല. പക്ഷേ നിങ്ങൾ പറയുമ്പോഴാണ്, ആൾക്കാർ കണ്ടിട്ട് അടിപൊളിയുണ്ടെന്ന് പറഞ്ഞ് പോയി കാണുമ്പോഴാണ് എപ്പോഴും ഒരു സിനിമ വിജയിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സത്യസന്ധമാണെങ്കിൽ ആൾക്കാർ വരും. അപ്പോൾ താങ്ക് യു, അത് കേട്ടപ്പോൾ സന്തോഷമായി. നല്ല സിനിമയാണ്. താങ്ക് യു. നല്ല സിനിമ, സാറിന് അടിപൊളി സിനിമ. ഗോവിന്ദ് പത്മസൂര്യ ഗംഭീരമായിട്ട് അഭിനയിച്ചു. ഇതിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ, പ്രണയിക്കുന്നവർ ആത്മാർത്ഥ പ്രണയം കാണിച്ചു തരുന്ന, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പ്രണയമെല്ലാം അറിയാലോ, ഒരു പോസിറ്റീവാണ് സിനിമ. നല്ല ഗാനങ്ങളുണ്ട്, അതുപോലെ നല്ല സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടായിട്ടുണ്ട്. അതുപോലെ ചിത്രീകരണം, ക്യാമറ വർക്കും ഡയറക്ഷനും എല്ലാം റഷീദ് സാറിൻ്റെ ഒരു ഗംഭീര സിനിമയാണ്. ഗോവിന്ദ് പത്മസൂര്യ ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു. നല്ല മൂവിയാണ്, എല്ലാവരും കാണുമ്പോൾ നല്ല സിനിമ. രാജ്യം എന്ന ഈ സിനിമ നമ്മൾ മുമ്പ് മാസികകളിൽ കേട്ടിരുന്നൊരു കഥ പോലെ എന്ന് പറയാനല്ല, ഈ കാലഘട്ടത്തിലുള്ളൊരു സന്ദേശം, ഈ മൊബൈൽ ഫോൺ കൊണ്ടുള്ള പ്രശ്നം, വോയിസ് ചേഞ്ചിങ്, അങ്ങനെയുള്ള ആപ്പുകൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു സംശയത്തിൻ്റെ നിഴലൊരു കുടുംബജീവിതം തകർന്നു പോകാം. അത് എങ്ങനെയാണെന്നുള്ളത് ക്ലൈമാക്സ് കണ്ടാലും നമുക്ക് പറയാൻ പറ്റും. കാരണം ക്ലൈമാക്സ് അതിമനോഹരമായിട്ടുണ്ട്. പ്രേക്ഷകരെ പിടിച്ച് ഇരിക്കുന്ന ഒരു ക്ലൈമാക്സാണ് ഈ സിനിമയെ കൊണ്ടുവന്നേക്കുന്നത്. എന്തായാലും റഷീദ് എന്ന ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ തന്നെ കഥ, പിന്നെ ഗോവിന്ദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആങ്കറായിട്ടും പല പുള്ളി വൈകൊണ്ടുവരാം, അങ്ങനെ കുറേ സിനിമകളിലൊക്കെ കുറച്ച് പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വളരെ മനോഹരമായ കഥ. ഈ പടം
അത്രയ്ക്ക് നല്ലൊരു സന്ദേശം കേരളത്തിൽ ഈ മൊബൈൽ ഫോൺ ഈ ദമ്പതികൾക്ക് നൽകുന്ന ഒരു സന്ദേശം. കാരണം തെറ്റിദ്ധാരണകൾ മൂലം പല ഇത് സംഭവിക്കാം. എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണുക, നല്ലൊരു സന്ദേശം. ഈ രജിത എന്ന് പറഞ്ഞ നായികയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഗാനങ്ങളുണ്ട്. ഓസ്ട്രേലിയയുടെ പശ്ചാത്തലത്തിൽ എടുത്ത ഈ സിനിമ അതിമനോഹരമായ കാഴ്ചകളും കാണാൻ നല്ലൊരു കുടുംബചിത്രമാണ്. താങ്ക് യു. വീണിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് എഴുതുമ്പോൾ മനസ്സിലൊരു സിനിമ കളിക്കുമല്ലോ, പക്ഷെ അത് അഭിനയിക്കുന്നവർക്കും എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ടെൻഷൻ ഉണ്ടാവും, എന്താവും. പക്ഷേ എനിക്ക് ചെറിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഇതുവരെ ചെയ്തത് അയ്യേന്ന് പറയിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇപ്പോഴും പറയുന്നു മഹത്തായ ഭയങ്കര വലിയ സൃഷ്ടിയൊന്നുമല്ല, പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് കാണുന്നവർക്ക് കണ്ടിരിക്കാം, കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ ഇറങ്ങിപ്പോവാന്നുള്ള ധൈര്യം ഞാൻ തരാം. അത്രയേ ഉള്ളൂ. എന്തായാലും ആദ്യത്തെ ഷോ എല്ലാവരും നല്ല അഭിപ്രായമാണ്. ഓസ്ട്രേലിയയിൽ നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ എനിക്ക് വിചാരിച്ചു ഇനിയിപ്പോൾ അവിടുത്തെയും ഇവിടുത്തെയും ജനങ്ങൾ തമ്മിൽ വല്ല ആറ്റിറ്റ്യൂഡിലൊക്കെ വ്യത്യാസം ഉണ്ടോയെന്ന്. പക്ഷേ എല്ലാം നല്ലത് കണ്ട നല്ലതെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്. അതിൻ്റെ സന്തോഷം.